നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധ കൊടുത്തിരുന്നത് പടം വരയ്ക്കുന്നതിൻ്റെ ഇതിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഈ മെസ്സിയുടെ ടെർമോക്കോൾ ഉപയോഗിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെയും. ഇന്നലെ ഇട്ടത് ഒരു മെസ്സിയുടെ ഒരു ഫുൾ സൈസ് പടം. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് 2000-ഓളം വ്യൂവേഴ്സാണ് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കാര്യവും പിന്നെ അത് വരയ്ക്കാനുണ്ടായ താല്പര്യവും പിന്നെ അത് എത്ര ദിവസമൊക്കെ എടുത്ത് എന്തൊക്കെ ഉപയോഗിച്ചാണെന്നൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ മെസ്സിയുടെ ഈ കട്ടൗട്ട്, ഈ ടെർമോക്കോൾ ഉപയോഗിച്ചിട്ടുള്ള കട്ടൗട്ട്, അത് പിന്നെ ഫുൾ സൈസുള്ള പടം വരച്ചതിൻ്റെ ഇതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു കാര്യം ഉണ്ടാക്കണം ഈ ടെർമോക്കോൾ ഉപയോഗിച്ച്. ഇപ്പോൾ എൻ്റെ ടെർമോക്കോൾ ഉണ്ടായിരുന്നു ഒരു സൈസായിട്ടുള്ള ലെങ്ത് കൂടിയത്. അപ്പോൾ ചെറിയൊരു കാര്യം വരയ്ക്കാനാണ്. അപ്പം ഞാനത് എടുത്തപ്പോൾ ആലോചിച്ചു, അത് വരച്ചു കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റ് ആകും എന്നെനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ഉണ്ടാക്കുന്നില്ല. പകരം ഇപ്പം ഫുട്ബോളിൻ്റെ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഈ വേൾഡ് കപ്പിൻ്റെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും പോസ്റ്റേഴ്സ് കാണും. ഇപ്പോൾ മെസ്സിയുടെ, റൊണാൾഡോയുടെ, നെയ്മറിൻ്റെ ഒക്കെ. അപ്പം ഞാനും ആഗ്രഹിച്ച് എനിക്കും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പം എൻ്റേത് അങ്ങനെ പൈസയില്ല. അപ്പം എന്നാലും എനിക്കത് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഈ മെസ്സിയുടെ പടം വരച്ചത് ഒരു കട്ടൗട്ട് വരെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് ഞാൻ എൻ്റെ ഇതിന് സ്കെച്ച് പെന്നും പെൻസിലൊക്കെ ഉപയോഗിച്ചു. ഞാൻ ഈ ടെർമോക്കോളിൻ്റെ അകത്ത് ഇത് വരയ്ക്കുമ്പോൾ പെൻസിൽ ഉപയോഗിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ പെൻസിൽ ഉപയോഗിച്ച് ഇത് വരയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തെറ്റിപ്പോയാലും മായ്ക്കാനോ പറ്റത്തില്ല. ഈ ടെർമോക്കോൾ പൊട്ടിപ്പോകും. അതിൻ്റെ ചെറിയ ഇത് ഊട്ട വീണ് അതിന് പോകും. അതുകൊണ്ട് ഞാൻ കൃത്യം അതേപോലെ തന്നെ വരയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു ഷേപ്പ് ഉണ്ടാക്കിയത്, ഇപ്പം മുഖത്തിൻ്റെ മെസ്സിയുടെ മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പും അതൊക്കെ മാത്രമേ എനിക്ക് കൃത്യമായിട്ട് വന്നുള്ളൂ. മുടി ബാക്കിയൊന്നും എനിക്ക് കണ്ണും മൂക്കും ചുണ്ടുമൊന്നും എനിക്ക് അങ്ങനെ വന്നില്ല, താടി വന്നില്ല. എന്നാലും അത് ഒരുവിധം ഞാൻ അങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ അത് ഉണ്ടാക്കിയെടുത്ത്. പിന്നെ അത് ബ്ലേഡ് കൊണ്ട് ടെർമോക്കോൾ കട്ട് ചെയ്ത് അവസാനം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് ഉരുട്ടി ഒരു ഷേപ്പ് ചെയ്ത് എടുത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ടെർമോക്കോൾ നടന്ന് പോകാതിരിക്കാൻ വേണ്ടി ഷേപ്പ് ചെയ്തെടുത്തു. അങ്ങനെ ഞാനത് വീടിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലേക്ക് ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനതിട്ട് എനിക്ക് ആ ടെർമോക്കോൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ മെസ്സിയുടെ വീഡിയോ യൂട്യൂബ് ഷോർട്സിൽ എനിക്ക് 12,000-ഓളം വ്യൂവേഴ്സാണ് ഉണ്ടായിരുന്നത്. 12,000-ഓളം ആളുകൾ ഉണ്ട്. 60-ഓളം ലൈക്ക് കിട്ടി, 3 കമൻറ്റുകൾ കിട്ടി. ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ അത് അത്രയും ഇതായില്ല. ഏകദേശം 700-ഓളം ആളുകളെ ഇത് കണ്ടു. പിന്നീട് ഞാൻ കുറച്ചും കൂടെ വലുതുണ്ടാക്കാമെന്ന് വിചാരിച്ചു, വലിയ രീതിയിൽ. അതിന് ഞാൻ അടുത്ത ദിവസം പോയി ഒരു കാർഡ്ബോർഡ് കൊണ്ടുവന്നു. കാർഡ്ബോർഡിൻ്റെ അകത്ത് വരയ്ക്കുമ്പം നമുക്ക് തെറ്റിപ്പോയാലും അത് തുടച്ച് വീണ്ടും നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. ടെർമോക്കോളിനകത്ത് പറ്റത്തില്ല. അങ്ങനെ കാർഡ്ബോർഡ് ഒപ്പിച്ചുകൊണ്ട് വന്ന് അത് വരച്ച് ഇത് സ്കെച്ച് ചെയ്യും. ഇത് കളർ ചെയ്യുന്നതൊക്കെ ക്രയോൺസ് ഉണ്ട്, ചിലതാണ് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നത്. ഈ ബോർഡറിലൊക്കെയാണ് സ്കെച്ച് പെൻ എടുക്കുന്നത്. അങ്ങനെ അതും കൃത്യമായിട്ട് വരച്ചു. അതെന്ന് വെച്ചാൽ വലിയ രീതിയിലാണ് വരച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ മുഖം ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ നീളത്തിനനുസരിച്ച് അത് വരയ്ക്കാൻ പറ്റില്ല, മുഴുവനായിട്ട് വരയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ കൈയൊന്നും വരയ്ക്കാൻ പറ്റില്ല. മുഖത്തിൻ്റെ ഇതും അതുപോലെ തന്നെ ബനിയൻ്റെ ജേഴ്സിയുടെ ഒരു ഭാഗം മാത്രമേ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. അങ്ങനെ അതും വരച്ച് കട്ട് ചെയ്തെടുത്ത് അതും ഞാൻ ഷൂട്ട് ചെയ്ത് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ യൂട്യൂബിലിട്ട്. യൂട്യൂബിൽ എനിക്ക് 1600-ഓളം ആളുകൾ അത് കണ്ടുള്ളൂ. പക്ഷെ അതത്ര ഒരു ആളുകളിലേക്ക് എത്തിയില്ല. കമൻസ് ഇല്ല, ലൈക്കൊന്നും അധികം എത്തിയില്ല. പക്ഷെ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തപ്പം, റീലിട്ടപ്പം എനിക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുകയും അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് കിട്ടും, ലൈക്ക് കിട്ടും. 108 ലൈക്കും അതുപോലെ തന്നെ 2 കമൻറ്റും 27 ഷെയറുമാണ് എനിക്ക് കിട്ടിയത്. അത് ആ വീഡിയോ ആ ഒരു
കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് മെസ്സിയുടെ പടം ഒരു കട്ടൗട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ലതുപോലെ സപ്പോർട്ട് കിട്ടി. പിന്നീട് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വലുതായിട്ടുണ്ടാകും, ഒരു ഫുൾ സൈസ് മെസ്സിയുടെ ഒരു പടം ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതെന്ന് വെച്ചാൽ സാധാരണ നിൽക്കുന്ന പോലെയല്ല. ഇപ്പോൾ നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമല്ലോ, ഇപ്പോൾ ഫ്ലെക്സിലൊക്കെ കാണുന്ന മെസ്സിയോ ഓടി വരുന്നതും അതുപോലെ തന്നെ അവർ ടീമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണല്ലോ. അപ്പോൾ ഞാനും കരുതി അതുപോലെ തന്നെ ഒരു ഫോട്ടോ വരയ്ക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ എക്സിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എന്തിൻ്റെ അകത്ത് വരയ്ക്കുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ്റെ പഴയൊരു മുണ്ട് കിട്ടി, ഖദറിൻ്റെ ഒരു മുണ്ട് കിട്ടി. അപ്പോൾ ഖദറിൻ്റെ മുണ്ട് നല്ല കട്ടിയുള്ള, അപ്പോൾ പെൻസിലിനകത്ത് വരയും, പെൻസിലുകൊണ്ട് അതിൻ്റെ അകത്ത് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ പെൻസിൽ കൊണ്ട് വരച്ച് അതിൻ്റെ അകത്ത് തെറ്റ് വരുമ്പോൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത് വരയ്ക്കുമ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മറ്റേ ടെർമോക്കോളിൻ്റെ ആണെങ്കിലും കാർഡ്ബോർഡിൻ്റെ ഒക്കെ ആണെങ്കിലും എനിക്ക് ഒരു ദിവസം കൊണ്ട് എനിക്കത് വരച്ച് അത് തീർക്കാൻ പറ്റി. പക്ഷേ ഈ മുണ്ടിൻ്റെ അകത്ത് വരയ്ക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് വരണം. ഇപ്പം മുഖത്തിൻ്റെതാണെങ്കിലും കൈയുടെയും മറ്റ് നെഞ്ചിൻ്റെ ഇതൊക്കെ കൃത്യമായിട്ട് വരണം, കാല് ഇതൊക്കെ വരണം, ഒരിക്കലും ചെറുതായി പോകരുത്. അതുകൊണ്ട് എല്ലാം ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം എനിക്ക്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ സാവധാനത്തിൽ, ഒരുപാട് തെറ്റ് വന്നിട്ട് ഞാൻ അതേപോലെ തൂത്തെടുത്ത് വീണ്ടും അത് വരച്ച് ശ്രദ്ധയോടെ ഞാൻ അത് ചെയ്ത് നന്നായിട്ട് വരച്ചെടുത്ത്. പിന്നെ എനിക്കറിയാം ഈ പുറത്ത് കെട്ടുന്നതുകൊണ്ട് മഴയാണ്, ഇപ്പം മഴക്കാലമാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ അത് മഴവെള്ളം വീണ് പടർന്ന് അത് കേടാകുമെന്ന് എനിക്കറിയുന്നുണ്ട്. ഞാൻ കളറിങ്ങിന് ക്രയോൺസ് ആണ് ഉപയോഗിച്ചത്. ചില ഈ മുഖത്തിൻ്റെ ഈ അറ്റമൊക്കെ ഉണ്ടല്ലോ, ഈ ബോർഡർ, അതിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ സ്കെച്ച് ഉപയോഗിച്ചു. അല്ലാതെ ബാക്കി എല്ലായിലും ഞാൻ ക്രയോൺസും കളർ പെൻസിലാണ് ഉപയോഗിച്ചത്. അങ്ങനെ അത് ക്രയോൺസ് കൊണ്ട് വരച്ചപ്പോഴാണ് കൂടുതലും നന്നായിട്ടൊരു തിളക്കത്തോടെ അത് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം സ്കെച്ച് പെൻ ഉപയോഗിക്കും പടരും, അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിക്കാതെ ക്രയോൺസ് ഉപയോഗിച്ചു. അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാതെ ആ ഒരു ലൈനിൽ തന്നെ ആ കളേഴ്സ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അത് പിന്നെ ഞാൻ അത് കെട്ടാൻ വേണ്ടിയിട്ട് അറ്റത്ത് വേറൊരു തുണി വെച്ച് തയ്ച്ചെടുത്തു കെട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ഇപ്പം നമ്മളത് ആ തുണിയുടെ അറ്റത്ത് ഓരോ അറ്റങ്ങളിൽ വെച്ച് നമ്മൾ കയറ് കെട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെട്ടുമ്പോൾ ഇത് ചുരുണ്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുളുങ്ങിയിരിക്കുന്നുണ്ട്. ആ മുഖത്തിൻ്റെ ഇതും ബാക്കിയൊന്നും കൃത്യമായിട്ട് നേരെ ഇരിക്കത്തില്ല, സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു നീളമുള്ള തുണി കയറ് പോലെ ആക്കിയിട്ട് അതിൻ്റെ അറ്റത്ത് വേറൊരു തുണി കട്ടിക്ക് വെച്ച് ഞാൻ അടിച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കാം, ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കെട്ടി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ 4 വശത്തും ഞാൻ അടിച്ചെടുത്ത്. പിന്നെ ഒരു കൊടി ഉണ്ടാക്കണമെന്ന് കരുതി. അങ്ങനെ വീട്ടിൽ തപ്പി അവസാനം ഒരു കവറ് കിട്ടി, തുണി കവർ കിട്ടി നീലയുടെ. പിന്നെ വീട്ടിൽ നിന്ന് ഒരു വെള്ള തുണി അതിൻ്റെ ഒപ്പം വെച്ച് അതൊക്കെ കട്ട് ചെയ്ത് ഒരു കൊടി പോലെ ആക്കി നടുക്ക് വെള്ള തുണി വെച്ച് തയ്ച്ചെടുത്തു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം നിങ്ങളതൊന്ന് കാണണം. അങ്ങനെ കൊടിയും ഉണ്ടാക്കി, ആ ഫുൾ സൈസ് ഇതുണ്ടാക്കി, അതിൻ്റെ അകത്ത് എൻ്റെ പേരും കൂടെ ഞാൻ എഴുതി വെച്ചു. അങ്ങനെ 2 ദിവസം എടുത്ത് ഞാനത് ചെയ്യാൻ. കാരണം അത് കുറച്ചും കൂടെ ഈ താഴെ ഇരുന്ന് വേണം ചെയ്യാൻ. അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. താഴെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലനങ്ങുമ്പോൾ ചുടുന്നു. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ, അങ്ങനെ അതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെച്ച് നിവൃത്തിയൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് താമസമുണ്ടായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാം കെട്ടി അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. പക്ഷേ എനിക്ക് അത് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഷോർട്സിൽ അത് 2000-ഓളം ആളുകൾ കണ്ടു. പക്ഷെ അതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്രയും ഒരു ഇതായില്ല. ഞാൻ കരുതി അത് കയറും, കാരണം അത്ര എഫോർട്ട് എടുത്ത് ഞാൻ ചെയ്തതായതുകൊണ്ട് എനിക്കത് കയറും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് കയറിയില്ല. അത് വളരെ കുറവായിരുന്നു അതിൻ്റെ വ്യൂ. പക്ഷെ യൂട്യൂബിൽ 2000-ഓളം ആളുകൾ ഈ നിമിഷം കണ്ട്, സമയം അത്ര കണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പം യൂട്യൂബിൽ വ്യൂ കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടത്തില്ല, ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നത് യൂട്യൂബിൽ കയറത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. എൻ്റെ അങ്ങനെ ഈ ഫിഫ വേൾഡ് കപ്പ് 2022 ഞാൻ ഇങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ ജേഴ്സി മേടിച്ചിടുകയോ അതുപോലെ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല. 2026 എത്തിയപ്പോഴാണ് എനിക്ക് അതിനോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ക്രേസ് തോന്നിയത്. അത് കുറേ കൂടെ എനിക്ക് എൻ്റെ നിലയ്ക്ക് എൻ്റെ രീതിയിൽ അത് വലിയതായിട്ട് എനിക്കൊന്ന് ആഘോഷിക്കണം എന്നുള്ള രീതി വെച്ച് ഞാൻ ആ പോസ്റ്ററുകൾ ഉണ്ടാക്കി പിന്നെ
ഈ ജേഴ്സി മേടിച്ച്. ഞാൻ ജേഴ്സി ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫുട്ബോളിൻ്റെ ജേഴ്സി മേടിച്ചത്. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അങ്ങനെ അത് മേടിച്ച്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പ് എനിക്ക് അടിച്ചു പൊളിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പം ഇനി 2030 ഫിഫ വേൾഡ് കപ്പിൽ എന്തായിരിക്കും എനിക്ക് തോന്നുന്ന ആശയം എന്നൊന്നും എനിക്കിപ്പം പറയാൻ കഴിയത്തില്ല. ചിലപ്പോൾ അന്ന് എൻ്റെ രീതിയിൽ ചിലപ്പോൾ വലിയ രീതിയിലൊരു മെസ്സിയുടെ ഒരു പോസ്റ്ററോ അല്ലെ കട്ടൗട്ടോ എനിക്ക് തനിച്ചുണ്ടാക്കാൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ കുറച്ച് 2 ആഴ്ചത്തെ എൻ്റെ കാര്യങ്ങൾ. ഞാൻ അതുകൊണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല ഇതിൻ്റെ കാര്യമായിട്ട് വന്നപ്പോൾ. പക്ഷേ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് കാണണം. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഈ വീഡിയോയുടെ കൂടെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി ഇതേപോലെ തന്നെ എനിക്ക് താല്പര്യം തോന്നട്ടെ, ഇനി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യം തോന്നട്ടെ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.